ഹായ് ഓൾ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്, നമ്മുടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇത്. അപ്പം ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെമസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് 1 എന്നുള്ള ഒരു സബ്ജക്റ്റ് തീരുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ റേറ്റ് മെത്തേഡ്സ് ആയിരുന്നു. അബ്സോർപ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ. അതിനുള്ള പല മെത്തേഡ്സ് ആയിരുന്നു പറഞ്ഞത്. ലാസ്റ്റായിട്ട് നമ്മൾ മെഷീൻ അവർ റേറ്റ് മെത്തേഡ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു 2 മെത്തേഡ്. അതിൻ്റെ തിയറി, ജസ്റ്റ് തിയറിയും അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് നോക്കി അതിന് ശേഷം നമുക്ക് ഓവർ അബ്സോർപ്ഷൻ, അണ്ടർ അബ്സോർപ്ഷൻ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഒരു അക്കൗണ്ട് ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിയറി മാത്രമേ ഉള്ളൂ. അത്രയാണ് നമുക്ക്. പിന്നെ ABC എന്നും പറഞ്ഞിട്ട് അനാലിസിസ് ഉണ്ട്. ABC അനാലിസിസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ള കാര്യം. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളോട് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സിലബസിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് അതിനകത്തധികം പ്രോബ്ലം ഒരു ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് നോക്കണ്ട. ABCയുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ തിയറീസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ആദ്യം അബ്സോർപ്ഷൻ റേറ്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സിൻ്റെ 6ാമത്തെ മെത്തേഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അണ്ടർ ദിസ് മെത്തേഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഫാക്ടറി ഓവർഹെഡിനെ പല ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡിൽ വരുന്നത് ഈ ഫാക്ടറി ഓവർഹെഡിനെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മൈനിങ് ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ക്വാറി, അങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ യൂണിറ്റിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ടണ്ണിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിറ്റിൽ മെഷർ ചെയ്യാൻ പറ്റുന്നിടത്താണ് ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ്ഫുൾ ആണ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് അതിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. പിന്നെ എൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഫാക്ടറി ഓവർഹെഡ് 1 lakh, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 10,000, ദർഫോർ ഓവർഹെഡ് റേറ്റ് ഈസ് 1 lakh divided by 10,000 rupees 10 per യൂണിറ്റ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ദെൻ ഏറ്റവും ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ അവർ റേറ്റ് മെത്തേഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മെഷീൻ അവർ റേറ്റിൻ്റെയും ഡയറക്റ്റ് ലേബർ അവർ റേറ്റിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഡ്യുവൽ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് ആൻഡ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്. ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവിംഗ് ബോത്ത് മാനുവൽ ആൻഡ് മെഷീൻ വർക്ക് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അവിടെ മാനുവൽ ആയിട്ടുള്ള വർക്കേഴ്സും മെഷീൻ വർക്കും ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡ്യുവൽ അവർ റേറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം 2ആയിട്ട് തിരിച്ചിരിക്കും. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കും. ഓവർഹെഡ് റിലേറ്റഡ് ടു മാനുവൽ വർക്ക്, ഓവർഹെഡ് റിലേറ്റഡ് ടു മെഷീൻ വർക്ക്. അപ്പം മാനുവൽ വർക്ക്, അതായത് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവർഹെഡിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, അല്ല റേറ്റ് കണ്ടുപിടിക്കുന്നത് ലേബർ റേറ്റ് മെത്തേഡ് വെച്ചിട്ടും, മെഷീൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓവർഹെഡിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ മെഷീൻ അവർ റേറ്റ് മെത്തേഡും. അപ്പോൾ രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ 2 മെത്തേഡും ഉണ്ടെങ്കിൽ അതിനെയാണ് ഡ്യുവൽ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. അപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്ന മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു. ഇനി അടുത്ത ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് റേറ്റ് കാൽക്കുലേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എമംഗ് ദ വേരിയസ് കോസ്റ്റ് യൂണിറ്റ് ഈസ് നോൺ ആസ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. അപ്പം ഈ ഓവർഹെഡിനെ അബ്സോർവ് ചെയ്യാൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അല്ലെങ്കിൽ വേരിയസ് കോസ്റ്റ് യൂണിറ്റിലോട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് 4 രീതിയിൽ ഈ റേറ്റ് 5 രീതിയിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാങ്കറ്റ് റേറ്റ്, മൾട്ടിപ്പിൾ റേറ്റ്, ആക്ച്വൽ റേറ്റ്, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പം ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിംഗിൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് സെറ്റപ്പ് ബൈ ദ എൻറ്റയർ ഫാക്ടറീസ് നോൺ ആസ് ബ്ലാങ്കറ്റ് റേറ്റ്. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷൻ്റെ എല്ലാ ഓവർഹെഡ് അബ്സോർപ്ഷനും കണ്ടുപിടിക്കാനായിട്ട് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ റേറ്റ് മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നതിന് ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ദിസ് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ ഓവർഹെഡ് ഓഫ് ഓൾ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഡിവൈഡിങ് ദ ടോട്ടൽ ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് എനി ഓഫ് ദി ബേസിസ്. അപ്പം ടോട്ടൽ ഫാക്ടറി ഓവർഹെഡിനെ, എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി ടോട്ടൽ ഓവർഹെഡിനെ എടുക്കുന്നു, ഫാക്ടറി ഓവർഹെഡിനെ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ബേസ്. അപ്പം ഓരോ യൂണിറ്റും വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ടോട്ടൽ ഓർഗനൈസേഷൻ മൊത്തം ഒരൊറ്റ അബ്സോർഷൻ റേറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നു. അടുത്ത മൾട്ടിപ്പിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ദ സെപ്പറേറ്റ് ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് സെറ്റപ്പ് ഫോർ ഈച്ച് ഓഫ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർ നോൺ ആസ് മൾട്ടിപ്പിൾ റേറ്റ്. അപ്പം മൾട്ടിപ്പിൾ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല റേറ്റ് യൂസ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റേറ്റ് ഓവർഹെഡ് അബ്സോർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിന് അതിനെ മൾട്ടിപ്പിൾ റേറ്റ് എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ റേറ്റ്സ്. The separate overhead absorption rate for each production department can be calculated by dividing the total overhead of each production department by the number of unit of any of the bases selected of each production department. അപ്പം നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ ആ റേറ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ ടോട്ടൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫാക്ടറി ഓവർഹെഡിനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ റേറ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ആക്ച്വൽ റേറ്റ്. Actual overhead absorption rate is the rate computed on the basis of actual overhead. It is ascertained by dividing the actual overhead of a particular period by any of the actual base of that period. അപ്പം ആക്ച്വൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആക്ച്വലായിട്ട് എത്ര ഫാക്ടറി ഓവർഹെഡ് ഉണ്ടായി ഡിവൈഡ് ബൈ ആ ഒരു വർഷത്തെ ഒരു ബേസ് എടുത്തിട്ട് ഏത് ബേസാണോ അതിൻ്റെ ആക്ച്വൽ ഫിഗേഴ്സ് എടുത്തിട്ട് ചെയ്യുന്നതിനാണ് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത്, ആ ഒരു വർഷത്തെ മാത്രം. നാലാമത് പറഞ്ഞിരിക്കുന്നത് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. പ്രീ ഡിറ്റർമിൻഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് എ റേറ്റ് കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസ് ഓഫ് എസ്റ്റിമേറ്റഡ് ഓർ ബജറ്റഡ് ഔട്ട്പുട്ട് ഓവർഹെഡ്. അപ്പം ആക്ച്വൽ ഓവർഹെഡ് എടുത്ത് ചെയ്യുന്ന ആക്ച്വൽ റേറ്റ് എന്നും പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കുന്ന അല്ലെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫാക്ടറി ഓവർഹെഡിനെ ഏതെങ്കിലും ബേസ് വെച്ചിട്ട് നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ്. Standard rate is the overhead absorption rate used in the place of predetermined rate where standard costing is in use. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. പ്രീഡിറ്റർമിൻ പോലെയല്ല, ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവർ യൂസ് ചെയ്യാറുള്ള അബ്സോർപ്ഷൻ റേറ്റ് മെത്തേഡ്സ്: ബ്ലാങ്കറ്റ് റേറ്റ്, മൾട്ടിപ്പിൾ റേറ്റ്, ആക്ച്വൽ റേറ്റ്, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ്. അടുത്തതായിട്ട് അണ്ടർ അബ്സോർപ്ഷൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അണ്ടർ അബ്സോർപ്ഷൻ എന്താണെന്നും ഓവർ അബ്സോർപ്ഷൻ എന്താണെന്നും മാത്രമാണ് പറയുന്നുള്ളൂ. അവിടെ ആ ബോൾഡായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കണം. അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോർപ്ഷൻ 2 മാർക്കിൻ്റെതിന് ചിലപ്പോൾ ചോദിക്കും. ഇഫ് ദ ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ പീരീഡ് ആർ ലെസ് ദാൻ ദ ആക്ച്വൽ ഫാക്ടറി ഓവർഹെഡ് ഇൻകേർഡ്, ദ ഡിഫറൻസ് ഈസ് കോൾഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ ഇൻകേർഡായ ഫാക്ടറി ഓവർഹെഡിനേക്കാൾ കുറവാണ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ പീരീഡ് ആർ മോർ ദാൻ ദ ആക്ച്വൽ ഫാക്ടറി ഓവർഹെഡ് ഇൻകേർഡ്, ദ ഡിഫറൻസ് ഈസ് കോൾഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പീരിയഡ്സിലോട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് ഫാക്ടറി ഓവർഹെഡ് അബ്സോർവ് ചെയ്തത് ആക്ച്വൽ ഫാക്ടറി ഓവർഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കവിടെ ഓവർ അബ്സോർപ്ഷൻ വരും. അപ്പോൾ രണ്ടും ഓർത്തിരുന്നാൽ മതി, അണ്ടർ അബ്സോർപ്ഷൻ എന്താണെന്നും ഓവർ അബ്സോർപ്ഷൻ എന്താണെന്നുള്ള കാര്യം. ഇനി അടുത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുന്നതെന്നുള്ളത് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എറേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്തിലുള്ള എറർ, അല്ലെങ്കിൽ എറേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ ക്വാണ്ടം ഓഫ് പ്രൊഡക്ഷൻ ക്വാണ്ടം അല്ലെങ്കിൽ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എറേഴ്സ്, അൺഫോർസീൻ ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ കപ്പാസിറ്റി, നമ്മുടെ മെഷീൻ കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റിയേക്കാൾ കുറവാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓവർഹെഡ്, അപ്പം ഓരോ സീസൺ അനുസരിച്ച് ഓവർഹെഡിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നില്ലേ, പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ ഉള്ളത് യൂസ് ഓഫ് അൺസ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓവർഹെഡ്, നമ്മൾ കറക്റ്റ് റേറ്റ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റ് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ എന്നൊരു സിറ്റുവേഷൻ വരും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഈ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നതെന്ന്. കുറച്ച് മെത്തേഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ്. അപ്പോൾ ഇങ്ങനെ അണ്ടർ അബ്സോർപ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നോർമൽ രീതിയിലോട്ട് വരത്തുള്ളൂ, അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്യുക. If the amount of under or over absorption is considerable, the cost of job or production is adjusted by means of supplementary levy on the overhead. അപ്പം നമുക്കിങ്ങനെ ഒരു ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ വരുവാണെങ്കിൽ നമുക്ക്
വേറെ എന്തെങ്കിലും ഒരു സപ്ലിമെൻ്ററി ലെവി നമ്മുടെ കോസ്റ്റിൽ നമ്മൾ ചേഞ്ച്, അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ സപ്ലിമെൻ്ററി റേറ്റ് വരുത്തിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാം. സപ്ലിമെൻ്ററി റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ബൈ ദ ആക്ച്വൽ ബേസ്. അപ്പോൾ സപ്ലിമെൻ്ററി റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രയാണോ അണ്ടർ അബ്സോർബ്ഡ് ആയത് അല്ലെങ്കിൽ ഓവർ അബ്സോർബ്ഡ് ആയത് അതിന് നമ്മൾ ആക്ച്വൽ ബേസ് എന്താണോ ബേസ് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് സപ്ലിമെൻ്ററി റേറ്റ് കിട്ടും. ഈ സപ്ലിമെൻ്ററി റേറ്റ് വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് ഓവർ അബ്സോർപ്ഷൻ അണ്ടർ അബ്സോർപ്ഷൻ നമുക്ക് കൺട്രോളബിൾ ആക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് റൈറ്റ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർ അബ്സോർപ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുമ്പോൾ നമ്മൾ P&L അക്കൗണ്ടിലോട്ട് എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയുക, ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാരി ഓവർ ടു നെക്സ്റ്റ് ഇയേഴ്സ് ഓവർ ഹെഡ് അക്കൗണ്ട്. പിന്നെ ഉള്ളത് നമുക്കിങ്ങനെ അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോർപ്ഷൻ കിടക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഓവർ ഹെഡ് അക്കൗണ്ടിലോട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഓവർ ഹെഡ് റിസർവ് അക്കൗണ്ടെന്നോ ഇല്ലെങ്കിൽ ഓവർ ഹെഡ് സസ്പെൻസ് അക്കൗണ്ടെന്നോ വെച്ച് നമ്മൾ ഓവർ ഹെഡിനെ അങ്ങും ക്യാരി ഓവർ ചെയ്യുക നെക്സ്റ്റ് ഇയറിലോട്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് 3 രീതിയിലാണ് ഈ ഒരു ഓവർ ഹെഡ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അണ്ടർ അബ്സോർപ്ഷൻ വരുമ്പോഴോ ഇല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുമ്പോഴോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡ്സ്. സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്യുക, P&L അക്കൗണ്ടിലോട്ട് റൈറ്റ് ഓഫ് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ നോക്കിയിരുന്ന ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർവ് ചെയ്യുന്ന മെത്തേഡ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അബ്സോർവ് ചെയ്യുന്നതും അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അബ്സോർവ് ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ്. പ്രോബ്ലം തന്നിട്ടില്ല, നമ്മളോട് മെത്തേഡ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അബ്സോർവ് ചെയ്യുന്ന 2 രീതിയാണ്, മെത്തേഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓൺ വർക്ക് കോസ്റ്റും പെർസെൻറ്റേജ് ഓൺ സെയിൽസും. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഒന്നാമത്തെ പെർസെൻറ്റേജ് ഓൺ വർക്ക് കോസ്റ്റിൽ ഇവിടെ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ്. നമ്മുടെ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനെ വർക്ക് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓൺ വർക്ക് കോസ്റ്റിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ഓൺ സെയിൽസ്. അവിടെ വരുമ്പോഴത്തേനും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനെ സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് നമുക്ക് 3 മെത്തേഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് പെർ യൂണിറ്റ് സോൾഡ്, പെർസെൻറ്റേജ് ഓൺ സെയിൽസ്, പെർസെൻറ്റേജ് ഓൺ വർക്ക് കോസ്റ്റ്. അപ്പം ഫസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റ് പെർ യൂണിറ്റ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര യൂണിറ്റ് ആണോ സെയിൽ നടത്തിയത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പെർസെൻറ്റേജ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുക. പെർസെൻറ്റേജ് ഓൺ വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ വർക്ക് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുക. ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് തിയറി ആയിട്ടൊന്ന് പറഞ്ഞേക്കുന്നുള്ളൂ. നിങ്ങൾ ആ പേര് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും തനിയെ എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC. ഇതെന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സിലബസിൽ ഇതിൻ്റെ പ്രോബ്ലം നമ്മളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഇതിൽ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രോബ്ലംസ് ആർ എക്സ്ക്ലൂഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് മാത്രമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നോക്കുന്നു, എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നും. അപ്പോൾ ഒരു മോഡേൺ കൺസെപ്റ്റാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷനും അതുപോലെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC. The concept of ABC is a modern approach to absorption of overhead. ABC means activity based costing. It is a new term developed for finding out the cost. ABC is a costing methodology that identifies activities in an organization and assigns the cost of each activity with resources to all products and services according to the actual consumption by each. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല ചെയ്തേക്കണം. ABC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റിംഗ് മെത്തഡോളജിയിൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആയിരിക്കുന്ന റിസോഴ്സ് എന്തൊക്കെയാണെന്നും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഓരോ ആക്ടിവിറ്റിക്കും എത്ര കോസ്റ്റ് കൺസംഷൻ വന്നു, ആക്ച്വലായിട്ട് എത്ര കോസ്റ്റ് കൺസംഷൻ വന്നു ആ കോസ്റ്റിനെ മാത്രം അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ABC അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം ഓരോ ആക്ടിവിറ്റീനെയും അതിൻ്റെ റിസോഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഓരോ ആക്ടിവിറ്റിയും യൂസ് ചെയ്ത റിസോഴ്സസ് എത്രത്തോളമാണെന്ന് നോക്കിയിട്ട് എത്ര കൺസ്യൂം ചെയ്തു എന്ന് നോക്കിയിട്ട് അത്രയും മാത്രം കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് കൊടുക്കുന്നു.
This model assigns more indirect cost into direct cost compared to traditional costing. അപ്പോൾ ട്രഡീഷണൽ കോസ്റ്റിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കൂടുതലായിട്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ABC ഈസ് ബേസ്ഡ് ഓൺ ജോർജ് സ്റ്റേബസ് ആക്ടിവിറ്റി കോസ്റ്റിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. CIMA ഡിഫൈൻസ് ABC ആസ് ആൻ അപ്രോച്ച് ടു ദ കോസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻവോൾവ്സ് ട്രേസിംഗ് റിസോഴ്സസ് കൺസംഷൻ ആൻഡ് കോസ്റ്റിംഗ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നു, ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമുള്ള റിസോഴ്സ് എത്രയാണെന്ന് ട്രേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസോഴ്സ് കൺസംഷൻ എത്രത്തോളമാണെന്ന് ട്രേസ് ചെയ്തതിന് ശേഷം മാത്രം കോസ്റ്റ് അതിലേക്ക് നമ്മൾ പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ABC എന്ന് പറയുന്നത്. ഇനി അടുത്തതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഒരു 9 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ABC ഈസ് എ മോഡലിംഗ് പ്രോസസ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോഡക്റ്റ് കോസ്റ്റ് ആൻഡ് കസ്റ്റമർ കോസ്റ്റ്. അപ്പം പ്രോഡക്റ്റ് കോസ്റ്റും ആസ് വെൽ ആസ് കസ്റ്റമർ കോസ്റ്റും നമുക്ക് ABC വഴി അറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഉള്ളത് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഇൻഎഫിഷ്യൻറ്റ് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ബ്രിങ്സ് മോർ ആക്യുറസി ഇൻ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു അലോക്കേറ്റ് മോർ റിസോഴ്സസ് ഓൺ പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് കൂടുതൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 6.1 അൺനെസസറി കോസ്റ്റ്, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത കോസ്റ്റ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഉള്ളത് ഫിക്സ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഓരോ പ്രോഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ സർവീസിനും പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളെ ABC കോസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 8.1 ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് എലിമിനേറ്റ് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റി ഡ്യൂ ടു ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ഒരു വാല്യൂ കൊണ്ടുവരാത്ത അല്ലെങ്കിൽ ഇന്നോവേഷൻ്റെ ആയിട്ടിരിക്കുന്ന പ്രോഡക്റ്റുകളെയും ആക്ടിവിറ്റികളെയും എലിമിനേറ്റ് ചെയ്യാനായിട്ടും ABC കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത്. ഐഡൻറ്റിഫൈ ആൻഡ് ആക്സസ് ABC നീഡ്സ്, ഡിറ്റർമിൻ വയബിലിറ്റി ഓഫ് ABC മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ABC അനാലിസിസ് അല്ലെങ്കിൽ ABC കോസ്റ്റിംഗ് എന്നൊരു സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനിൽ വേണോ വേണ്ടയോ, എത്രത്തോളം വയബിൾ ആണ് എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മനസ്സിലാക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസിനെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എംപ്ലോയീസിന് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഡിഫൈൻ ദ പ്രോജക്റ്റ് സ്കോപ്പ്, ഇവാലുവേറ്റ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ ദി പ്രോജക്റ്റ്. നമ്മളിങ്ങനെ ഒരു കോസ്റ്റിംഗ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം എന്താണ് അതിൻ്റെ മിഷൻ എന്നും ഒബ്ജക്റ്റീവ്സ് എന്നും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ആക്ടിവിറ്റീസ് ആൻഡ് ഡ്രൈവേഴ്സ്, ഓരോ ആക്ടിവിറ്റീനെയും അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ആവശ്യമുള്ള ഡ്രൈവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ക്രിയേറ്റ് എ കോസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ ഫ്ലോ ഡയഗ്രാം. പിന്നെ ഉള്ളത് കോസ്റ്റും ഓരോ ഓപ്പറേഷൻസും അതിന് എത്രത്തോളം കോസ്റ്റും വേണമെന്നുള്ളൊരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ഡ്രോ ചെയ്യുന്നു. കളക്ട് ഡേറ്റ, അതിനാവശ്യമുള്ള ഡേറ്റാസ് അക്കൗണ്ടിങ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഒരു സോഫ്റ്റ്വെയർ ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റ് റിസൾട്ട് ആൻഡ് പ്രിപ്പയർ മാനേജ്മെൻറ്റ് റിപ്പോർട്ട്. അപ്പം കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റാസ് നമ്മൾ സോഫ്റ്റ്വെയറിൽ റീകൺസിൽ ചെയ്യുകയോ വാലിഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പിന്നെയുള്ള റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് ഇൻ്റഗ്രേറ്റ് ഡേറ്റ കളക്ഷൻ ആൻഡ് റിപ്പോർട്ട്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ABC എന്ന് പറയുന്നൊരു വലിയൊരു സബ്ജക്റ്റാണ്, വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മളോട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നുള്ളൂ. ഈ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുള്ളതാണ്. PG ലെവലിലൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ABC അനാലിസിസ്, ABC കോസ്റ്റിംഗ് ഒക്കെ. അപ്പം ഇവിടെ നമ്മളോട് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞേക്കുന്നതാണ്. എന്താണ് ABC എന്നും എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേക്കുന്നുള്ളൂ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം
ഇതുകൂടി വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം തീരെ ചെറിയ പോയിൻറ്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് തന്നെ നമുക്കിവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അഡ്വാൻറ്റേജിന് രണ്ടായിട്ട് തിരിച്ചേക്കാണ്, സ്പെസിഫിക് അഡ്വാൻറ്റേജ് എന്നും ജനറൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നും. അപ്പം രണ്ടും ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നമുക്ക് വായിച്ച് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നോണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പോലെ. പിന്നെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻസീവാണ്. അതുപോലെ നമ്മുടെ മൊത്തം പ്രോസസ്സിനെ ഒരു സ്ലോ ഡൗൺ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ മൊത്തം പ്രോസസ്സ് സ്ലോ ആയി പോകും. കാരണം കൂടെ ടൈം വേണം, സ്റ്റാഫിന് വേണം, അഡ്മിനിസ്ട്രേഷന് വേണ്ടി കുറേ ടൈം വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്ലോ ആയി പോകും നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻ. പിന്നെ പറഞ്ഞ ലിമിറ്റേഷൻ, നോട്ട് പോസിബിൾ ടു അലോക്കേറ്റ് സർട്ടൺ ഓവർഹെഡ് ടു പ്രോഡക്റ്റ്. ചില ഐറ്റംസ് നമുക്ക് അലോക്കേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസൊന്നും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം ആൻഡ് നോട്ട് suitable ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. കോംപ്ലക്സ് സിസ്റ്റമാണ്, നമുക്ക് സ്മോൾ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല. അതുപോലെ ഒരുപാട് ഫയൽസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൺവെൻഷണൽ കോസ്റ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അതെന്തായാലും നിങ്ങൾ വായിച്ച് പഠിച്ചേ തീരുള്ളൂ. കാരണം നമുക്കത് ചിലപ്പം ഈ ഡിസ്റ്റിങ്ഷനൊക്കെ നമുക്ക് 5 മാർക്കിൻ്റെ ചോദിക്കുന്നതാണ്. എന്താണ് കൺവെൻഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ കോസ്റ്റിങ്ങും ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്ന. ഒരു 6 ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു 5 എണ്ണമെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനിയുള്ളത് ABC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ടേംസ്. കോസ്റ്റ് ഡ്രൈവർ എന്താണെന്നും അതുപോലെ ആക്ടിവിറ്റി കോസ്റ്റ് പൂൾ എന്താണെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ടേംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റത്തെ കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ ഈസ് എനി ഫാക്ടർ വിച്ച് കോസസ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. അപ്പം നമ്മുടെ ഓർഗനൈസേഷനിലെ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു കോസ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഏതൊരു ആക്ടിവിറ്റീനെയും അല്ലെങ്കിൽ ഏതൊരു ഫാക്ടറിനെയും കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നു. നമ്മുടെ ടോട്ടൽ ആക്ടിവിറ്റിയുടെ കോസ്റ്റിന് ചേഞ്ച് കൊണ്ടുവരുന്ന ഫാക്ടർ. ഒരു എക്സാമ്പിളോട് നോക്കിയാൽ മതി. ദ ക്വാളിറ്റി ഓഫ് പാർട്സ് റിസീവ്ഡ് ബൈ ആൻ ആക്ടിവിറ്റി ഈസ് എ ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദ വർക്ക് റിക്വയർഡ് ബൈ ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് ദെയർഫോർ അഫക്ട് ദ റിസോഴ്സസ് റിക്വയർഡ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് റെഫേഴ്സ് ടു എ ഫാക്ടർ ദാറ്റ് ക്രിയേറ്റ് ഓർ ഡ്രൈവ്സ് ദ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. അപ്പം ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന ഏതൊരു ഫാക്ടറാണോ അതിനാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മെഷീൻ റൺ ചെയ്യാനായിട്ട് ഒരു മെഷീൻ്റെ റണ്ണിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ്, എത്ര നേരം ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു കോസ്റ്റ് ഡ്രൈവറാണ്. ഇങ്ങനെ നമ്മുടെ ആക്ടിവിറ്റിയുടെ കോസ്റ്റിനെ നിശ്ചയിക്കുന്ന എന്തോ ആ ഫാക്ടറാണ് കോസ്റ്റ് ഡ്രൈവർ. അടുത്ത ആക്ടിവിറ്റി കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഫോക്കസ് ഫോർ ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇൻ ആൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം. കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്ന കോസ്റ്റ് സെൻറ്ററുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് കോസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്തെടുക്കാവുന്ന ഏറ്റവും ചെറിയ പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഫോക്കസ് പോയിന്റിനെയാണ് കോസ്റ്റിംഗ് പൂൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ലൈബ്രറി കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇഷ്യൂ, കോസ്റ്റ് ഓഫ് റെസിപ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഒരു ആക്ടിവിറ്റീനെ ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി എടുക്കുമ്പോൾ അതിൽ കോസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഏതോ അല്ലെ ഏതൊക്കെ പോയിന്റ്സിലാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് കോസ്റ്റ് പൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ്. അപ്പം അത് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ബജറ്റിങ്ങുമായിട്ട് നേരെ വിപരീതമായിട്ട് ട്രഡീഷണൽ ബജറ്റുമായിട്ടല്ലാതെ ഏറ്റവും മോഡേൺ രീതിയിലുള്ള ഒരു ബജറ്റിംഗ് സിസ്റ്റത്തെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിവൈഡിംഗ് ദം ഇൻ വാല്യൂ ആഡിംഗ് ആൻഡ് നോൺ വാല്യൂ ആഡിംഗ് ആക്ടിവിറ്റി ആൻഡ് ദെൻ എലിമിനേറ്റ് ദ നോൺ വാല്യൂ ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. വാല്യൂ ആഡിങ് ഏതാണ്, നോൺ വാല്യൂ ആഡിങ് ഏതാണെന്നുള്ള ആക്ടിവിറ്റീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോൺ വാല്യൂ ആക്ടിവിറ്റീനെ മൊത്തം എലിമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു ബജറ്റിംഗ് മെത്തേഡിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നാലാമത് ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്.
Activity-based accounting can be defined as the collection, recording, analysis, control and reporting of activity-related costs rather than departmental or cost center related cost. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളെ അസർട്ടൻ ചെയ്യുകയും കളക്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങും കോസ്റ്റ് മാനേജ്മെൻറ്റും പെർഫോമൻസ് മെഷർമെൻറ്റ് ആക്ടിവിറ്റി, ഇങ്ങനെ പല ആക്ടിവിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റിയുടെയും അക്കൗണ്ട് ചെയ്യുന്നു, കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നു. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ്. ABM ഇതെല്ലാം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് ദാറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ദ കോസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വിത്ത് ദ ഗോൾ ഓഫ് ഇംപ്രൂവിങ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓരോ ആക്ടിവിറ്റീനെയും മാനേജ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റീനെയും അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ കോസ്റ്റ് ഡ്രൈവർ എന്താണെന്നൊക്കെ ചോദിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ABC എന്താണെന്ന് മാത്രമായിരിക്കും ചോദിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് അറിഞ്ഞിരിക്കണം, അപ്പോൾ ജസ്റ്റ് എൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ട് കളയാതെ ചെയ്യാൻ പോലെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്ര എൻ്റെ പ്രോബ്ലംസ് വരുന്നില്ല, നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രോബ്ലംസ് ഒന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടി തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ചെയ്തതിനകത്ത് അതുകൂടാതെ ടിപ്പിക്കൽ ഇല്ലുസ്ട്രേഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. ഞാൻ ടിപ്പിക്കൽ ഇല്ലുസ്ട്രേഷൻ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി അതിനകത്ത് ആൻസറും ചെയ്തിട്ടേക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ടിപ്പിക്കൽ ഇല്ലുസ്ട്രേഷനും കൂടി ഒന്ന് വായിച്ചേക്കണം. ഡയറക്റ്റായിട്ട് ആ ഇല്ലുസ്ട്രേഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ബുക്കായി ചെയ്ത് നോക്കിയില്ലെങ്കിലും എങ്ങനെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടേക്കുന്നത് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ നോക്കിക്കോണം. ഇനി നമുക്കിവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. 1, 2 നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പം പ്രാക്ടിക്കൽ പ്രോബ്ലം 1, 2 ഇതിനകത്ത് നമ്മുടെ ആ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തന്നെ ചെയ്യാൻ വെച്ചത്. അപ്പം നമുക്ക് കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ലേബർ അവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ്, റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്, ഇത്രയും വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മെത്തേഡ്സ് വെച്ചിട്ടുള്ള റേറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഡയറക്റ്റ് ലേബർ കോസ്റ്റും ലേബർ അവർ റേറ്റും മെഷീൻ അവർ റേറ്റും കണ്ടുപിടിച്ചാൽ മതി. അപ്പം അത് 2 ഒന്ന് ചെയ്യുക. പിന്നെയുള്ളത് 8-ാമത്തെയും 9-ാമത്തെയും ഒരെണ്ണം ലേബർ അവർ റേറ്റ് മെത്തേഡും ഒന്ന് മെഷീൻ അവർ റേറ്റ് മെത്തേഡിലും കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ 2-ാമത്തെ ഈസി ആയിട്ടുള്ളതാണ്, അത് രണ്ടും ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ 8-ാമത്തെയും 9-ാമത്തെയും പ്രോബ്ലം കൂടി ചെയ്ത് നോക്കുക. അത് കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ ബുക്കിലൊന്ന് ചെയ്ത് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, നമുക്ക് ഒരുമിച്ച് ചെയ്ത് ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ 6th സെമിസ്റ്ററിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് 2 പഠിക്കാനായിട്ടുണ്ട്. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആകുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടില്ല, ആൻസേഴ്സ് ഇതുവരെ അയച്ച് തരാത്തവരുമുണ്ട്. അപ്പം ഞാൻ ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത് അത് വെച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞേക്കുന്ന പോലെ ആൻസറുകൾ ചെയ്ത് എനിക്ക് അയച്ചു തരിക. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓരോരുത്തരെയും ആൻസർ അയക്കുന്നവരുടെ പേര് എഴുതി ഓരോ ദിവസത്തെയും ഞാൻ ടിക്കിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടിയിട്ട് വേറെ അസൈൻമെൻറ്റ്സ് ഒന്നും ഞാൻ തരുന്നില്ല, ഈ പ്രോബ്ലംസ് ചെയ്ത് വെക്കാൻ മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ക്ലാസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കേൾക്കുന്നവരെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇൻറ്റേർണൽ മാർക്ക് അതങ്ങനെ മേടിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.